ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ അവരുടെ ഡിഗ്രി പഠനത്തിൻ്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം പല വിദ്യാർത്ഥികളും ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്യണമെന്ന് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാകും. എന്നാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഡിഗ്രി കഴിഞ്ഞാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാകും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതും എത്തിപ്പെടാൻ പറ്റുന്നതുമായിട്ടുള്ള കോഴ്സ് മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. ചില കോഴ്സുകൾക്ക് +2 ക്വാളിഫിക്കേഷൻ മതി. അത്തരത്തിലുള്ള കോഴ്സുകളൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഏത് കോഴ്സാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലാണ് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും എവിടെ പോയാലും കോമ്പറ്റീഷൻ ഉണ്ടാകും. അഥവാ നിങ്ങളുടെ കോഴ്സ് പഠിച്ചിട്ടുള്ള, നിങ്ങളുടെ അതേപോലെ ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് പേര് നിങ്ങളുമായി കോമ്പറ്റീറ്റ് ചെയ്യാനുണ്ടാകും. അവിടെ നിങ്ങളുടെ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടെക്നിക്കൽ സ്കില്ല്, നോളജ് എന്നിവ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ സ്കില്ല്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് തിരഞ്ഞെടുക്കുക. ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹയർ എഡ്യൂക്കേഷന് മാസ്റ്റർ ഡിഗ്രിക്ക് പോവുക എന്നുള്ളത്. പിന്നെ ഡിപ്ലോമ കോഴ്സുകൾ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കും എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മിക്ക വിദ്യാർത്ഥികളും പോകുന്നതാണ് മാസ്റ്റർ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ PG കോഴ്സ്. PG കോഴ്സ് സാധാരണ ഇന്ത്യയിൽ 2 വർഷമാണ്. PG കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ MBA, MA, MSc, MCOM, MSW, MCA തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും കോളേജുകളും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റർ ഡിഗ്രി അഥവാ PG എടുക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. MBA ചെയ്യണമെന്നുണ്ടെങ്കിൽ എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷന്. അപ്പോൾ MBAക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, ഏതൊക്കെ എൻട്രൻസ് ടെസ്റ്റാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ MBAയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു ഏരിയയാണ് മാസ്റ്റർ ഡിഗ്രി എന്നുള്ളത്, PG കോഴ്സ്. രണ്ടാമതായി PG ഡിപ്ലോമ കോഴ്സുകൾ എന്ന് വെച്ചാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ ഡിപ്ലോമകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ അത്തരം കോഴ്സുകൾക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം മിക്കവാറും ഈ PG ഡിപ്ലോമ കോഴ്സുകൾ 1 ഇയർ പ്രോഗ്രാം ആകും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോഴ്സിനനുസരിച്ചിട്ടാവും അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. നിങ്ങൾ ഏത് കോഴ്സാണോ അല്ലെങ്കിൽ ഏത് സ്പെഷ്യലൈസേഷൻ ആണോ എടുത്തത് അതിനനുസരിച്ചിട്ടാകും നിങ്ങൾക്ക് അതിൽ ജോലി ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളാണ് PGDM, PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് തന്നെ പലതരത്തിലുണ്ട്, പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്, മാർക്കറ്റിംഗ്, HR അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ PGDCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, PGDHM ഹോട്ടൽ മാനേജ്മെൻറ്റ്, HR ഹ്യൂമൻ റിസോഴ്സ്, ദെൻ PG ഡിപ്ലോമ ഇൻ ജേർണലിസം, അങ്ങനെ ഒരുപാട് PG ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അപ്പോൾ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷനാണ് ഡിപ്ലോമ കോഴ്സുകൾ. 1 ഇയർ ഷോർട്ട് ടൈം ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് ജോലിക്ക് കയറാവുന്നതാണ്. മൂന്നാമതായിട്ട് ഒരു ഓപ്ഷൻ എന്നുള്ളത് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്. അപ്പോൾ ഓരോ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു മേഖലയിൽ കുറച്ചും കൂടി ഒരു സ്പെഷ്യലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്തിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാം. ഫോർ എക്സാമ്പിൾ BCom കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്കാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം.
ഇനി നമ്മൾ ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഇതിലെല്ലാ ഓപ്ഷൻസും ഇല്ല. അപ്പോൾ ഒരു ബികോം അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്കാണെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് CA, CMA, CS തുടങ്ങിയ കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോവാം. MCOM, MBA, MCA എല്ലാ യൂണിവേഴ്സിറ്റിയിലും ബികോം കഴിഞ്ഞ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ ബികോം കഴിഞ്ഞവർക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ സബ്ജക്റ്റ് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ MCAക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ PGDCA, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനാലിസിസ്റ്റ്, ദെൻ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കോഴ്സസ് ലൈക്ക് SAP, ടാലി, അങ്ങനെ ഒരുപാട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. ദെൻ മാസ്റ്റർ ഡിഗ്രി ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നല്ല സ്കോപ്പുള്ള, അത്യാവശ്യം ഡിജിറ്റൽ ടെക്നിക്കലായിട്ട് തിളങ്ങാവുന്നവർക്ക് പറ്റിയൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ദെൻ PGDM ഇൻ ഫിനാൻസ്, PGDMA സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫോർ കൊമേഴ്സ് സ്റ്റുഡൻറ്റ്. അതേപോലെ അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. സർട്ടിഫിക്കറ്റ് ഇൻ കൊമേഴ്സ്, ബാങ്കിങ്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. അപ്പോൾ ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിക്ക് ശേഷം ഇത്തരം കോഴ്സുകളിലേക്ക് തിരിയാവുന്നതാണ്. കൂടാതെ LLB അതേപോലെ BEd ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് കോഴ്സുകൾ ഇനിയുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചിട്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ആർട്സ് സബ്ജക്റ്റ് കഴിഞ്ഞവർ, BA കഴിഞ്ഞവർക്ക് ഗ്രാജുവേഷന് ശേഷം അവർക്ക് MBA ചെയ്യാം. MA മാസ്റ്റർ ഓഫ് ആർട്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ്. ദെൻ PG ഡിപ്ലോമ ഇൻ മാസ്റ്റർ ഇൻ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതേപോലെ PG ഡിപ്ലോമ ഉണ്ട് ജേർണലിസം കമ്മ്യൂണിക്കേഷനിലും. പിന്നെ അതേപോലെ MA ജേർണലിസം ഉണ്ട്. പിന്നെ BEd, ലൈബ്രറി സയൻസ്, LLB, ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സസ്, ഫോറിൻ ലാംഗ്വേജ് കോഴ്സസ്. ഒരുപാട് ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്. നല്ല സ്കോപ്പുള്ള ഏരിയയാണ് ഫോറിൻ ലാംഗ്വേജസ്. പിന്നെ PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്, ബിസിനസ് അനലിസ്റ്റിക്, ഡിപ്ലോയ്മെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, PGDMA. അപ്പോൾ ഈ PG ഡിപ്ലോമ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സെട്ര. ഓക്കെ, അപ്പോൾ BA കഴിഞ്ഞവർക്ക് ഇത്തരം മേഖലയിലേക്ക് തിരിയാം. ഇതുമല്ല, ഇതിനും ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് കൊടുത്തു എന്ന് മാത്രം. ഇനി സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ MSc സയൻസ് അല്ലെ, മാസ്റ്റർ ഓഫ് സയൻസ്. ദെൻ MTech, BTech കഴിഞ്ഞവർക്കാണെങ്കിൽ MTech അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് എടുക്കാം. ദെൻ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ MCA, മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ദെൻ BEd, PG ഡിപ്ലോമ ഇൻ ബിസിനസ് അനലിസ്റ്റിക്. ദെൻ പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. +2 ബേസിലും എടുക്കാവുന്നതാണ്. പിന്നെ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, MBA, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് കോഴ്സ്, മൊബൈൽ ഡെവലപ്മെൻറ്റ് കോഴ്സ്, റോബോട്ടിക് ആൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സസ്. പിന്നെ ഈ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ MSc എന്ന് പറയുമ്പോൾ MSc തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് MSc ഉണ്ട്. ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷനിൽ MScകളുണ്ട്. അതൊക്കെ പിന്നെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് അത് നോക്കുക. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് MSc ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു 3 സ്ട്രീം, സയൻസ്, ആർട്സ്, കൊമേഴ്സിൽ നിന്നുള്ള കുറച്ച് കോഴ്സുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ചില വിദ്യാർത്ഥികൾ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അബ്രോഡ് പോകുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ ഓരോ വർഷവും അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രിയിലേക്കും അതേപോലെ കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ കൂടുതലും PG കോഴ്സുകൾക്കാണ്, ഡിഗ്രി കഴിഞ്ഞ് PG കോഴ്സുകൾക്കാണ് അബ്രോഡ് പോകുന്നത്. അപ്പോൾ അബ്രോഡ് പോകുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണ് പോകുന്നത്, അവിടുത്തെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. ഏത് കോഴ്സാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഴ്സ് തന്നെ ചിലപ്പോൾ 1 ഇയർ കോഴ്സ് ഉണ്ട്, അതിൽ 2 ഇയർ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ചില കോഴ്സുകൾ അതിൻ്റെ ഈ അബ്രോഡ് അവിടെ പഠിക്കുന്ന കുട്ടികളുമായി കോണ്ടാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം നിങ്ങൾ കോഴ്സ് എടുക്കുക. ഇതിൻ്റെ ഡ്യൂറേഷൻ
സാധാരണ 2 വർഷമാണ്. അപ്പോൾ ചിലതൊക്കെ 1 വർഷത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് കോഴ്സാണ് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. പിന്നെ ഫീസാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും ഒരു 10-15 ലാഖിൻ്റെ എബോവ് എന്തായാലും അവിടുത്തെ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് വരും. അത്യാവശ്യം ഒരു നല്ലൊരു ഫീസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഫീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ അബ്രോഡിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഗെറ്റ് എ ജോബ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ജോബിലേക്ക് നോക്കാം. ജോബ് എന്ന് പറയുമ്പോൾ ജനറൽ ജോബുണ്ട്, സ്പെസിഫിക് ജോബുണ്ട്. ഇപ്പോൾ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും നിങ്ങൾക്ക് സെയിൽസിലോ അതേപോലെ മാർക്കറ്റിങ്ങിലൊക്കെ എന്ത് ചെയ്യാം, ജോലി ചെയ്യാം. ജനറൽ ജോബാണ്. കുറച്ച് വായിക്കാനും എഴുതാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. പിന്നെ സ്പെസിഫിക് ജോബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ BCom കഴിഞ്ഞവർ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ആ ജോലി സ്പെസിഫിക് ആണ്. ഓക്കെ, പിന്നെ ഗെറ്റ് ജോബ് ആഫ്റ്റർ എക്സാം. അപ്പോൾ ഒരുപാട് എക്സാമുകളുണ്ട്. എക്സാം എഴുതിയതിന് ശേഷം ജോബ് കിട്ടുന്ന PSC, SSC, UPSC തുടങ്ങിയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമും ഗവൺമെൻറ് ജോബൊക്കെ കിട്ടുന്ന എക്സാമുകൾ എഴുതിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് ജോബിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതാണ് ഒരു ചുരുങ്ങിയ ഈ ഒരു സമയത്തിനുള്ളിൽ ഡിഗ്രിക്ക് ശേഷം എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുള്ളത്. ഇനി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.